Hi dear students, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to explain the continuation of our 6th chapter, reading maps. Our topic that is map scale. എന്താണ് map scale എന്ന് പറഞ്ഞാൽ നോക്കാം. What is scale? Scale is a relative distance used to represent the distance between two places on the earth. എന്ന് വെച്ചാൽ ഭൂമിയിൽ ഒരു പ്രദേശത്തിന്റെ ദൂരം മാപ്പിൽ കാണിക്കണമെങ്കിൽ നമുക്ക് ഇത്ര കിലോമീറ്റർ എന്ന് മാപ്പിൽ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ നമ്മൾ സെന്റിമീറ്റർ സ്കെയിലിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിറ്റിലേക്കോ മാറ്റേണ്ടതുണ്ട്. അതെങ്ങനെയാണ് മാപ്പിൽ രേഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ സ്കെയിൽ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. There are three methods to show the scale. Which are that method? First one, that is statement of scale. Second, that is representative fraction. Third one, linear scale. Statement of scale, representative fraction and linear scale. Please observe the given map. On the top of this map, three representations are there. 1 centimeter to 5 kilometer, 1:5 lakh, then after that a graphical representation. These 3 points related with our scale. First our topic, that is statement of scale. എന്താണ് പ്രസ്താവന രീതി നോക്കാം. Which among the scale given in the map is easy for us to understand? No doubt, very familiar thing, that is 1 centimeter equal to 5 kilometer. തന്നിരിക്കുന്ന 3 റെപ്രസെൻറ്റേഷൻസിൽ ഏതാണ് നമുക്ക് എളുപ്പം? 1 സെൻറ്റിമീറ്റർ 5 കിലോമീറ്ററിന് തുല്യമാണ്. ദിസ് റെപ്രസെൻറ്റിംഗ് മെത്തേഡ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് നോക്കാം. സ്കെയിൽ റെപ്രസെൻറ്റിംഗ് ദി ഫോം ഓഫ് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. സ്കെയിൽ റെപ്രസെൻറ്റിംഗ് ദി ഫോം ഓഫ് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. എന്ന് വെച്ചാൽ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 1 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ് റെപ്രസെൻറ്റ് 5 കിലോമീറ്റർ ഓൺ എർത്ത്. 5 കിലോമീറ്റർ ഒന്നും നമുക്ക് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മാപ്പിൽ 5 കിലോമീറ്റർ വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അതിനെ മറ്റൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 5 കിലോമീറ്റർ മീൻസ് ഇൻ ദറ്റ് മാപ്പ് വി യൂസ് 1 സെൻറ്റിമീറ്റർ, ബട്ട് ഇൻ ആക്ച്വൽ ഡിസ്റ്റൻസ് ദറ്റ് പ്ലേസ് ഈസ് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. then we can understand that 5 കിലോമീറ്റർ ആണ് ഭൂമിയിൽ ആ പ്രദേശത്തിൻ്റെ ദൂരമെങ്കിൽ ആ 5 കിലോമീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മാപ്പിൽ 1 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ്? ഈവൻ എ layman can easily understand this. layman എന്ന് പറഞ്ഞാൽ കോമൺ പീപ്പിൾ. സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് ഈ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. വൺ എക്സ്ട്രാ റീഡിംഗ് ടോപ്പിക് ഈസ് ദർ നോക്കാം. ഇഞ്ച്, മൈൽ, ഫർലോങ് എക്സെട്ര ആർ ദ യൂണിറ്റ് ഫോളോവ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ദ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഈസ് നോൺ ആസ് ബ്രിട്ടീഷ് സിസ്റ്റം. The system was followed in India till independence. The educated generation of that period also learned this system. After the British left India, the metric system of unit came into practice. As per this, centimeter, meter, kilometer, etc. became our unit. ബ്രിട്ടീഷുകാർ നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ യൂണിറ്റുകളായിരുന്ന ഇഞ്ച്, മൈല്, ഫർലോങ് ഒക്കെയാണ് അവർ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആ സിസ്റ്റത്തെ പറഞ്ഞിരുന്ന പേര് ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മളുടെ മെട്രിക് സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി. ആ സിസ്റ്റമാണ് സെൻറ്റിമീറ്റർ, കിലോമീറ്റർ, മീറ്റർ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഇന്ത്യക്കാർ മീറ്ററും കിലോമീറ്ററും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് യൂറോപ്യൻസ് ഇഞ്ചും മൈലും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മാപ്പുകൾ ഉപയോഗിക്കുമ്പം ഒരു കൺഫ്യൂഷന് സാധ്യതയില്ലേ? ആ ഒരു കൺഫ്യൂഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. നോക്കാം. ദ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്.
In India, we follow centimeter, meter, kilometer, etc., whereas units like inch, mile, and furlong are followed in European countries. Can the people of other countries interpret the map prepared on Indian unit with ease? കാരണം നമ്മൾ യൂണിറ്റ് ഉപയോഗിക്കുന്നത് സെൻറ്റിമീറ്ററും മീറ്ററും ഒക്കെയാണ്, യൂറോപ്യൻസ് ഇഞ്ചും മൈലും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മാപ്പ് ഒരു യൂറോപ്യൻ പേഴ്സൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ മാപ്പ് നമുക്കും മനസ്സിലാവില്ല. To solve that problem, we use representative fraction. What is representative fraction? Representative fraction is the ratio between the map distance and corresponding ground distance expressed in fractional form. ഭൂപടത്തിൽ തന്നിരിക്കുന്ന ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നക രീതി. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 5 കിലോമീറ്റർ can be represented as 1:5 lakh in representative fraction. This proportionate distance can be read in accordance with the unit followed in each country. The Indians can understand that 1 centimeter to 5 lakh centimeter the same time a European can read this as 1 inch equal to 5 lakh inch. ഇന്ത്യക്കാരൻ ഈ രണ്ട് രീതിയും തന്നിരിക്കുന്നത് കൊണ്ട് ഇന്ത്യക്കാരനായ ഒരാൾ മാപ്പ് നോക്കുന്ന സമയത്ത് 1:5 lakh എന്ന് കണ്ടാൽ ഇന്ത്യക്കാർ തിരിച്ചറിയുന്നു 1 സെൻറ്റിമീറ്റർ 5 ലക്ഷം സെൻറ്റിമീറ്ററിന് തുല്യമാണ്. ദറ്റ് ടൈം യൂറോപ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? 1 inch ഈസ് ഈക്വൽ ടു 5 lakh inch. This method is known as representative fraction. Next method, that is linear scale. When a map is subjected to enlargement or reduction, the linear scale will also change accordingly. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതിലും ആനുപാതികമായി മാറ്റമുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി ദിസ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇത് നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് ഇതിൽ തന്നിരിക്കുന്ന സ്കെയിലിൽ മാറ്റമുണ്ടാവുന്നു എന്നാണ് നമ്മൾ ലീനിയർ സ്കെയിലിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് റീഡിംഗ് ടോപ്പിക് ഈസ് ദ പയനീഴ്സ് ഹൂ സർവേഡ് ഇന്ത്യ. ഇന്ത്യയെ അളന്ന സർവേയർമാർ ആരായിരുന്നു നോക്കാം. ഏർലിയർ മാപ്പ് മേക്കിംഗ് സ്പീക്ക് ഓഫ് ദി ഹെർക്കുലിയൻ എഫേർട്ട് ആൻഡ് സാക്രിഫൈസ് ഓഫ് മെനി. The survey for the preparation of a map started by William Lambton from the southern tip of India in 1800 AD could only be completed after 50 years by his successor George Everest. പണ്ട് കാലത്ത് ഭൂപടം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ പറയാനുണ്ടായിരുന്നു ഒരു ഭൂപട നിർമ്മാണത്തിൽ. വില്യം ലാംപ്ടൺ AD 1800 ഭൂപട നിർമ്മാണം ആരംഭിക്കുന്നത്. അതിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ജോർജ് എവറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 50 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. This survey, accurately covering 1,600 miles with heavy instrument like theodolite weighing more than 500 kg, helped in assessing the height of Mount Everest. 500 കിലോഗ്രാം അധികം ഭാരമുള്ള തിയോഡോലൈറ്റ് എന്ന ഉപകരണവുമായി 1600 മൈൽ ദൂരത്തിൽ കിടക്കുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയത് ഇവരാണ്. The survey team toiled for many years under harsh conditions. Many of them died of malaria and in natural calamities like flood. This map-making task is still considered as the greatest attempt of this kind in the world. ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഈ മാപ്പ് മേക്കിംഗ് പ്രോസസ്സിൽ. ഒരുപാട് ആളുകൾക്ക് ജീവത്യാഗം സംഭവിക്കേണ്ടതായി വന്നു. പ്രകൃതിക്ഷോഭങ്ങൾ കാരണം, അസുഖങ്ങൾ കാരണം. ലോകത്തിൽ എക്കാലത്തെയും വലിയ ഭൂപട നിർമ്മാണ പ്രവർത്തനമായിട്ട് ഇന്നും കണക്കാക്കുന്നത് ഈ ആദ്യത്തെ ദൗത്യത്തെയാണ്. How to measure distance on map? മാപ്പിൽ ഒരു പ്രദേശത്തിന്റെ ദൂരം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? മാപ്പിൽ കാണുന്ന ദൂരം തന്നെ ആയിരിക്കും ആക്ച്വൽ ഡിസ്റ്റൻസിൽ ഉണ്ടാവുക. നോക്കാം നമുക്ക്. ടു മെഷർ എ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് എ റൂളർ ക്യാൻ ബി യൂസ്ഡ്.
If it is a curved distance such as rivers or a curved path, first measure the distance using a thread and then measure the length of that thread. എന്താ പറഞ്ഞത്? To measure a straight distance, നേരെയുള്ള ഒരു ദൂരമാണെങ്കിൽ we can utilize a ruler, that means a scale. But the distance may be curved, വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ want to utilize a thread, നമ്മളൊരു നൂല് വെച്ചിട്ട് അതിന്റെ അകലം കണ്ടെത്തണം. After that you want to check the distance, length of that thread. Then we want to find out the actual distance. For this, the map distance should be multiplied with the proportionate ground distance shown in the map scale. മാപ്പ് സ്കെയില് നിങ്ങൾ അളന്നപ്പം നിങ്ങൾക്ക് എത്രയാണോ ഡിസ്റ്റൻസ് കിട്ടിയത്, ഒരു ഡിസ്റ്റൻസ് കിട്ടി എന്ന് വിചാരിക്കാം. ആ ഡിസ്റ്റൻസിനെ നമ്മൾ മാപ്പിൽ തന്നിരിക്കുന്ന സ്കെയിലുമായി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. വൺ എക്സാമ്പിൾ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് us. Suppose the distance from A to B in the map is 4 cm. ഇപ്പൊ നമ്മൾ മാപ്പിൽ കാണുന്ന ഒരു പ്രദേശമാണ്, ഇത് A ആണ്, here that is B. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 4 cm. അപ്പോൾ ഈ 4 cm എന്ന് മാപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പ്ലേസ്, ആ പ്രദേശത്തിന്റെ ശരിയായ ദൂരം എത്രയാണ്? Then your responsibility, you want to check the scale. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എത്രയാണ് സ്കെയിൽ എന്ന് നോക്കുക. What is the scale? 1 cm equal to 5 km. ഒരു സെന്റിമീറ്റർ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഒരു സെന്റിമീറ്റർ ഭൂമിയിൽ 5 കിലോമീറ്ററിന് തുല്യമാണ്. Now we got that 4 cm, that is the distance between A and B. Then your responsibility, multiply that 4 cm with that 5 km. 4 സെന്റിമീറ്ററിനെ നമ്മൾ 5 കൊണ്ട്, എവിടുന്ന നമുക്ക് 5 കിട്ടിയത്? 5 എന്ന് പറയുന്നത് മാപ്പ് സ്കെയിലിൽ കാണുന്ന 5 കിലോമീറ്റർ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we got an answer 20. Then actually this is 20 kilometer. Now we got an answer, the distance between the place A and B, that is 20 kilometer. ഇങ്ങനെയാണ് നമ്മൾ മാപ്പിലെ ദൂരം കൃത്യമായി കണക്കാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്ഷൻ പഠിച്ചതാണ്. തന്നിരിക്കുന്ന മാപ്പ് ചെക്ക് ചെയ്തിട്ട് ഓരോ പ്രദേശങ്ങളും ഏത് ഡയറക്ഷനിലാണ് എന്ന് നമുക്ക് നോക്കാം. ശ്രീനഗർ സിറ്റുവേറ്റഡ് ഇൻ നോർത്തേൺ ഡയറക്ഷൻ. സൗത്ത് തിരുവനന്തപുരം സൗത്തിലാണ്. ഈസ്റ്റ് കൊൽക്കത്ത. വെസ്റ്റ് തന്നിരിക്കുന്ന മാപ്പിൽ വെസ്റ്റിൽ ഒരു പ്ലേസും ഇല്ല. നോർത്ത് ഈസ്റ്റ് ലക്നൗ സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് ഈസ്റ്റ്. വിശാഖപട്ടണം ഇൻ സൗത്ത് ഈസ്റ്റ്. ജയ്പൂർ ഇൻ നോർത്ത് വെസ്റ്റ്. ദെൻ പനാജി ഇൻ സൗത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് അവർ കൺട്രി. ഇത് ഈ തന്നിരിക്കുന്ന മാപ്പിൻ്റെ ബേസിലാണ് പറഞ്ഞിട്ടുള്ളത്. മാപ്പ് റീഡിംഗ് വിൽ ബി കൺഫ്യൂസിങ് ഇഫ് ഡിഫറെൻറ്റ് കൺട്രീസ് യൂസ് ഡിഫറെൻറ്റ് സൈൻസ് ആൻഡ് സിംബൽസ് ഫോർ മാപ്പ് മേക്കിംഗ്. That's why internationally accepted signs and symbols are used for making map. അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന രീതിയിലുള്ള സിംബലുകളും നിറങ്ങളും ചിഹ്നങ്ങളുമാണ് നമ്മൾ മാപ്പ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്ന ടേബിളിൽ നോക്കുക. നാച്ചുറൽ വെജിറ്റേഷൻ ഗ്രീൻ കളർ, ഫാം ലാൻഡ് ആണെങ്കിൽ യെല്ലോ. റെഡ് കളർ വി യൂസ്ഡ് ടു സെറ്റിൽമെൻറ്റ്സ് ആൻഡ് റോഡ്. ബ്ലാക്ക് റെയിൽവേ ലൈൻ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ടെലിഫോൺ ലൈൻ. If that is water body, blue color. Brown color for rock outcrop, sand dune, hills. കൂടെ നിങ്ങൾ കോണ്ടൂർ ലൈൻ എന്നുകൂടി പഠിക്കുക. ഇഫ് ദാറ്റ് ഈസ് റെഡ് 2 ലൈൻ, മെറ്റൽഡ് റോഡ്. റെയിൽവേ ലൈൻ പിന്നെ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് സിംബൽസ് ആണ് തന്നിരിക്കുന്നത്. ഓരോ സിംബൽസും എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒരുവിധം എല്ലാം റെഡ് കളറിലും ബ്ലൂ കളറ് ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ മാപ്പ്. മാപ്പിൽ സൈനും സിംബലും എല്ലാം ഉപയോഗിച്ച് നമുക്കൊരു ചിത്രം വരയ്ക്കാം. ഫസ്റ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഏരിയ 1500 മീറ്റർ ആൻഡ് 1000 മീറ്റർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അതിന് നമുക്ക് ഒരു സ്കെയിലിലേക്ക് മാറ്റി വരയ്ക്കേണ്ടതുണ്ട്. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എന്ന രീതിയിൽ ഒരു സ്കെയിലിലോട്ട് മാറ്റണം. A river flows from between north and northwest towards south and southeast. A road run across the river from west to east and there is a railway line just north of the road running parallel to it. Northeastern part consists a paddy field. Then next between the paddy field and the river there is a temple.
The southwestern part is a forest extending for 450 meter to the east and 400 meter to the north. From the southwest corner, there is a fort located close to the forest. Between the south and southeast, there are settlements close to the river and a post office and a police station. ഫാസ്റ്റായിട്ട് വായിച്ചത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. കൃത്യമായിട്ട് നോക്കുക. അവസാനം വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ചിത്രം. സൈൻസും സിംബൽസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. വൺ ഫിഗർ ഈസ് ദർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 6.8 നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദ സ്കെയിൽ ഓഫ് ദിസ് മാപ്പ് തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 2 കിലോമീറ്റർ. ഇൻ വിച്ച് ഡയറക്ഷൻ ആർ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് സിറ്റുവേറ്റഡ്? മോസ്ക് നോർത്ത് വെസ്റ്റ്, ടെമ്പിൾ സൗത്ത്, ചർച്ച് നോർത്ത്. ഹൗ ഫാർ ഈസ് ദ ടെമ്പിൾ ഫ്രം ആര്യാസ് ഹോം? നിങ്ങളത് ടെക്സ്റ്റ് ബുക്കിൽ സ്കെയിൽ വെച്ച് ചെയ്ത് നോക്കേണ്ടതാണ്. അടുത്തതും നിങ്ങൾ സ്കെയിൽ വെച്ച് ചെയ്യേണ്ടതാണ്. To which direction from the temple is the pond? Northeast. How long is the canal from the northern end of the bridge എന്ന് ചോദിക്കുന്നുണ്ട്. അതും നിങ്ങൾ അളന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നന്നായിട്ട് പഠിക്കുക നിങ്ങൾ. If you like my class, don't forget to like, share, comment and subscribe my channel. Thank you for watching my class, my dear students.